മധുരം അധികം കഴിക്കാൻ പറ്റാത്തവർക്ക് പോലും കഴിക്കാൻ പറ്റിയ ഒരു പച്ചക്കറിയാണ് നമ്മുടെ ഇടിച്ചക്ക. ആ ഇടിച്ചക്ക കൊണ്ട് ഒരു നല്ലൊരു വെറൈറ്റി ഡിഷ് നമുക്കുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇടിച്ചക്ക ചെറിയ ചെറിയ പീസസ് ആക്കി മുറിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് തിളച്ച വെള്ളത്തിലേക്ക് ഇതിടുക. ഒരു 2 മിനിറ്റ് അതൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം അത് എടുത്ത് മാറ്റി വയ്ക്കുക. ഇത് ഒരുപാട് കുഴഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അത് ഡ്രൈ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനകത്തേക്ക് ഒരു ഓയിൽ ഒഴിച്ച് അതിനകത്തേക്ക് ഇതിട്ട് ഒന്ന് പതുക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം നമ്മൾ നല്ല ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പെരിഞ്ചീരകവും കടുകും പൊട്ടിച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും ചെയ്യുക. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചാൽ ഒന്നോ രണ്ടോ സവാള ആഡ് ചെയ്യുക. സവാള ഒന്ന് വഴന്ന് അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 4-5 വെളുത്തുള്ളി, 3-4 പച്ചമുളക് എന്നിവ ചതച്ചത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറണേ. പച്ചമണം മാറിയ സ്മെല്ല് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എരിവിനനുസരിച്ചുള്ള നല്ല മുളക് പൊടി, എരിവുള്ള മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആ മുളക് പൊടി നല്ലൊരു കറുത്ത കളർ വരും. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി ആഡ് ചെയ്യുക. അത് നന്നായി വഴന്നതിന് ശേഷം കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതെല്ലാം കൂടി സെറ്റായി വരണം. ഉപ്പുണ്ടോ നോക്കുക, മുളകുണ്ടോ നോക്കുക. ഇതൊക്കെ ഈ സമയത്ത് നോക്കാം. മുളകൊക്കെ നമുക്ക് പിന്നീട് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഡ്രൈ ആയിട്ട് അവിടെ കിടക്കുകയുള്ളൂ, ഒന്നും യോജിച്ച് വരില്ല. അതുകൊണ്ട് ഇപ്പോഴേ എല്ലാം നോക്കാം. പിന്നെ കുറച്ച് ഗരം മസാലയാണ് കേട്ടോ ഞാനിതിലിടുന്നത്. ഗരം മസാല ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. അതെല്ലാം കൂടി കിടന്ന് തിളച്ച് നല്ല ഒരു തിക്ക് ഗ്രേവി ആയി കഴിഞ്ഞിട്ട് വേണം നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ചക്ക ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. നിങ്ങൾ ചക്ക ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കുമേ. നമ്മൾ സാധാരണ ഇടിച്ചക്ക എന്താ ചെയ്യുക, ഒന്നുകിൽ പരിപ്പിട്ട് തേങ്ങ അരച്ചുണ്ടാക്കും, അല്ലെങ്കിൽ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കും അല്ലേ. ഇതുപോലൊരു ഡിഷ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടുണ്ടാക്കിയിട്ടുണ്ട് കറിയായിട്ട്. പക്ഷേ ഇതുപോലൊരു മസാല റോസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നന്നായി വഴറ്റി വന്നതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്യുക. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയുടെ രുചി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മല്ലിയിലയും കൂടി ഇടാം. നല്ല അടിപൊളി ഒരു മസാല റോസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ലോ ഫ്ലെയിമിലിട്ട് നന്നായി വലിയിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഈ കറിക്ക് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും കൊടുക്കുക, ഫ്രണ്ട്സിനൊക്കെ സെൻഡ് ചെയ്യുക. താങ്ക് യു.